ഈ ക്ഷേത്ര മൈതാനത്തിന് ചുറ്റും ആളുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും ഒരു മയക്കുവെടി ഏറ്റ ശേഷവും ഇപ്പോഴും ആന പ്രതികരിക്കുന്നു എന്നത് ആനയ്ക്ക് നേരെ ആനയെ കീഴടക്കാൻ നടത്തുന്ന ശ്രമങ്ങളോട് ആന വലിയ തോതിൽ അക്രമാസക്തനായി പ്രതികരിക്കുന്നു എന്നത് ഗുരുതരമായ സാഹചര്യം ആണ്. ഇപ്പോഴും വീണ്ടും ഒരു മയക്കുവെടി വെക്കേണ്ടി വരുമോ എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മോട് പ്രതികരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത് അല്പം കൂടി കാത്തിരിക്കണം എന്ന രൂപത്തിലാണ്. ഇപ്പോഴും ആന നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ്. ഇനിയും അരമണിക്കൂർ കൂടി കാത്തിരിക്കണം എന്ന രൂപത്തിലാണ് അല്പം മുമ്പ് ചില ഉദ്യോഗസ്ഥർ നമ്മോട് പ്രതികരിച്ചത്. ആനയുടെ ചെവിയുടെ ചലനം പൂർണ്ണമായി നിലയ്ക്കണം. ആനയ്ക്ക് മയക്കുവെടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ നിലവിൽ ഉണ്ട്. അത് അല്പസമയം അത് അനങ്ങാതെ നിന്നു. ആദ്യഘട്ടത്തിൽ മയക്കുവെടി ഏറ്റ ഉടനെ അത് വളരെ പ്രകോപിതനായി ആന വാഹനങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി. തൊട്ടുടനെ പിന്നാലെ ആന അല്പം ശാന്തനാവുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഏതാനും മിനിറ്റുകൾ ആന പൂർണ്ണമായി ചലനമറ്റുന്ന വണ്ണം, അതായത് ചെവി അടക്കം ആട്ടുന്നുണ്ടായിരുന്നെങ്കിലും കാലുകൾ നടക്കുകയോ മറ്റോ മുന്നോട്ട് ആയുകയോ മറ്റോ ചെയ്തിരുന്നില്ല. ഇപ്പോൾ ആനയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ആന ഒരു വശത്തേക്ക് അല്പം ചെരിഞ്ഞ് ഇപ്പോൾ തെങ്ങിന്മേൽ ചാരി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇത് ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിൽ നിർണായകമായ ഒരു ഘട്ടമായിരിക്കാം. ആന ഇപ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു. ഒരു വശത്തേക്ക് അല്പം ചെരിഞ്ഞ് തെങ്ങിൽ ചാരി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും ചെവി ആട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് RRT സംഘാംഗങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വടം ആനയുടെ കാലിൽ ബന്ധിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ആനയുടെ ഒരു കാലിൽ ഇപ്പോഴും ചങ്ങല നമുക്ക് കാണാം. വടം ഒരു കാലിൽ ഉണ്ട്. ഇങ്ങനെ ആനയെ ബന്ധിക്കാനുള്ള ശ്രമം ഇപ്പോഴും പൂർണ്ണതോതിൽ ഇവിടെ നടക്കുകയാണ്. ഇനി കുറച്ചുകൂടി അടുത്തേക്ക് എത്താം എന്ന പ്രതീക്ഷയിലായിരിക്കണം ഇപ്പോഴും RRT സംഘങ്ങൾ ആനയുടെ പിന്നിലുണ്ട്. ആനയുടെ കാല് ബന്ധിക്കുന്നതിന് വേണ്ടി വടം ഒരു നീളമുള്ള വടിയിൽ ചുറ്റി ആനയുടെ കാലിലേക്ക് വടം എത്തിച്ച് ആനയുടെ കാൽ ഈ വടത്തിന് ഉള്ളിൽ, അതായത് കുരുക്കുണ്ടാക്കി ഈ ആനയുടെ കാലിൽ കുരുക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത് എന്നത് നമ്മളിപ്പോൾ കാണുന്നു. ഇതോടൊപ്പം നമുക്ക് കാണാം ചുറ്റും വലിയ പുരുഷാരമുണ്ട്. ഇനിയും ആന അക്രമാസക്തനാവുകയാണെങ്കിൽ അത് ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കും എന്ന് നമുക്ക് പറയാതെ വയ്യ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇനി ഉരുത്തിരിയാൻ സാധ്യത കുറവാണ് എന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മോട് പറയുന്നത്. ഈ മയക്കുവെടി ഏറ്റ ശേഷം 30 മിനിറ്റ് കഴിയണം ഈ ആന പൂർണ്ണമായി മയങ്ങാൻ എന്ന് നേരത്തെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഏകദേശം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മോട് സൂചിപ്പിച്ച സമയം എത്തുകയാണ്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അല്പം കൂടി അടുത്തേക്ക് പോകാൻ, ഈ RRT സംഘാംഗങ്ങൾക്ക് അല്പം കൂടി അടുത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ആന പക്ഷേ പൂർണ്ണമായി മയങ്ങിയിട്ടില്ല. അല്പം ചെവിയാട്ടുന്നുണ്ട്. ഏറ്റവും അവസാനം നൗഫൽ, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആനയുടെ പിന്നിലെ കാലിനടുത്തേക്ക് വടമെത്തിച്ച ആളുകൾക്ക് നേരെ, RRT സംഘാംഗങ്ങൾക്ക് നേരെ ആന ആ കാൽ ഉയർത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യം തൊട്ടുമുമ്പും കണ്ടു. അതായത് സാധാരണ നമ്മൾ കാണാറുള്ള ദൃശ്യങ്ങളിൽ പലപ്പോഴും ആനയ്ക്ക് മയക്കുവെടി ഏറ്റ ശേഷം ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആനയുടെ ചലനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറില്ലാത്തതാണ്. പക്ഷേ ഈ ആന ഇപ്പോഴും വളരെ ഈ മയക്കുവെടി ഏറ്റതിൻ്റെ ചില ലക്ഷണങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും പൂർണ്ണമായി ശാന്തനായിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ആനയ്ക്ക് നേരെ ചിലർ ആനയെ പരിചയമുള്ളവരാകണം. ആനയ്ക്ക് നേരെ ചില കല്ലുകളും മറ്റും വലിച്ചെറിയുന്നത് കാണാം. അത് ആന എത്രത്തോളം ശാന്തനാണ് അല്ലെങ്കിൽ അക്രമാസക്തനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ ചെയ്യുന്നത്. ആനയെ ഇനിയും മയക്കുവെടി വെക്കാൻ, അതായത് ആന അക്രമാസക്തൻ എന്ന നിലയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആന ഇപ്പോൾ ശാന്തനായിരിക്കുന്നു. ആനയെ തളയ്ക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ തളയ്ക്കാനുള്ള ശാന്തത ആനയെ പരിപാലിക്കുന്നവർക്ക് ലഭിച്ചിരിക്കുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആനയെ വടം കെട്ടി തളയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ കാട്ടാനകളൊക്കെ മയക്കുവെടി വെച്ച് പിടികൂടുന്നത് പോലെയല്ല ഈ നാട്ടാനയെ അവർ തളയ്ക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അക്രമാസക്തനായ ആനയെ പരമാവധി മയക്കിക്കൊണ്ട് അതിനെ വടം വെച്ച് തളയ്ക്കുക എന്നുള്ളതായിരുന്നു അവിടെ ലക്ഷ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ സാധ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അടുത്തൊരു മയക്കുവെടിക്കുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിലുള്ള അവസ്ഥയിൽ തന്നെ ഈ ആനയെ വടം കെട്ടി തളയ്ക്കാൻ
ആനയെ പരിപാലിക്കുന്നവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയൊരു മയക്കുവെടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ആന അക്രമാസക്തനായ ആന ആളുകൾക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പോൾ ആളുകൾക്ക് അടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആനയെ വടം കെട്ടി തളയ്ക്കാൻ പറ്റിയിരിക്കുന്നു.